നമസ്കാരം. വാർത്താരംഭത്തിലേക്ക് സ്വാഗതം. ദുരന്തബാധിത മേഖലയിലേക്ക് പ്രധാനമന്ത്രി നേരിട്ടെത്തുമ്പോൾ പ്രതീക്ഷയിലാണ് ഈ നാട്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനം അല്പസമയത്തിനകം. ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയും സന്ദർശിക്കും. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗം കൽപ്പറ്റയിൽ. മുഖ്യമന്ത്രിയും ഗവർണറും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഒപ്പമുണ്ടാകും. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തിൽ പ്രതീക്ഷ വെച്ച് കേരളം. 2000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് മുഖ്യ ആവശ്യം. അതിതീവ്ര ദുരന്തമായി കാണണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ശിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ്. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. വിനേഷ് ഫോഗട്ടിന് വെള്ളി മെഡൽ കിട്ടുമോ? കായിക കോടതി തീരുമാനം ഇന്നുണ്ടായേക്കും. എല്ലാ ഭാഗത്തിന്റെയും വാദം പൂർത്തിയായി. ഡൽഹിയിൽ മനീഷ് സിസോദിയ വീണ്ടും മന്ത്രിയായേക്കും. ജയിൽ മോചിതനായത് ഇന്നലെ. ജയിലിൽ കഴിയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ചർച്ച ഉടൻ. തിരുവനന്തപുരം ശ്രീകാര്യം പൌടിക്കോണത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. കുറ്റ്യാണി സ്വദേശി ജോയിയാണ് മരിച്ചത്. 3 അംഗ സംഘം ഇന്നലെ രാത്രിയാണ് ജോയി ആക്രമിച്ചത്. ഗുണ്ടാപ്പകയെന്ന് സംശയം. വിശദമായി നോക്കാം. പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിൽ. വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലകൾ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിൽ നിന്ന് 11 മണിയോടെ വിമാനമാർഗം കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രിയെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്ന് സ്വീകരിക്കും. തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലെത്തുന്ന അദ്ദേഹം ഉരുൾപൊട്ടലുണ്ടായ സ്ഥലങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തും. ദുരന്തബാധിതർ കഴിയുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളും ആശുപത്രിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. അതിനുശേഷം നടക്കുന്ന അവലോകന യോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകും. സന്ദർശനം കണക്കിലെടുത്ത് മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ നിന്ന് തിരച്ചിലില്ല. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. മേപ്പാടിയിൽ നിന്ന് രഞ്ജിത് രാമചന്ദ്രനൊപ്പം കൽപ്പറ്റയിൽ നിന്ന് എം.എസ്. അനീഷ് കുമാർ, സിവിൽ സ്റ്റേഷന് മുൻപിൽ നിന്ന് എം.ജി. മിഥുൻ, കൽപ്പറ്റ SKM ഗ്രൗണ്ടിലും മിഥുനുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ റിപ്പോർട്ടർമാർ തയ്യാറാണ്. ആദ്യം ഞാൻ പോകുന്നത് രഞ്ജിത് രാമചന്ദ്രനിലേക്കാണ്. രഞ്ജിത്ത്, ഒരുപാട് പ്രതീക്ഷയിലാണ് കേരളം. പ്രധാനമന്ത്രി നേരിട്ട് ദുരന്തബാധിത മേഖല സന്ദർശിക്കുന്നതിൽ 2000 കോടിയുടെ പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ മുൻപിൽ ഈ നാട് വെച്ചിരിക്കുന്നത്. അദ്ദേഹം അത് അംഗീകരിക്കുമോ, അത് പ്രഖ്യാപിക്കുമോ എന്ന് കാത്തിരിക്കുകയാണ് കേരളം. തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഭവ്യ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന്. കാരണം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിൻ്റെ അതിൽ നിന്ന് സാധാരണ ജീവിതത്തിലേക്ക് പതുക്കെ തിരികെ വരുന്ന ഒരു നാടിനെയാണ് നമ്മളിവിടെ കാണുന്നത്. ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരുപാട് ജനതയുടെ മുഖവും നമ്മൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ മേപ്പാടി എന്ന് പറഞ്ഞ ഈ ചെറിയ ഒരു പ്രദേശത്താണ്. ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ അകലെയാണ് ഇതിൻ്റെ ഒരു ചൂരൽമല എന്ന ദുരന്തം വല്ലാതെ നാശം വിതച്ച ഒരു പ്രദേശം എന്നതുകൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതിന് അപ്പുറത്തേക്ക് പ്രധാനമന്ത്രി സന്ദർശനം പ്രമാണിച്ച് ഇതിനപ്പുറത്തേക്ക് നമുക്ക് മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യമുണ്ട്. പ്രദേശവാസികളായുള്ള ചിലരെ മാത്രം പാസുകൾ പരിശോധിച്ച്, അവർക്കും റെസ്ട്രിക്ഷൻ ഉണ്ട്, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പാസ് പരിശോധിച്ച് മാത്രം, അവരുടെ കയ്യിൽ പ്രദേശവാസികൾക്ക് പാസ് നൽകിയിട്ടുണ്ട്, അവരുടെ ID കാർഡ് അടക്കം പരിശോധിച്ച് മാത്രമാണ് അവരെ ഈ പ്രദേശത്തെ കടത്തിവിടുന്നത്. കാരണം അത്രത്തോളം സുരക്ഷിതമായാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പാസുകൾ ഇല്ലാത്ത, കൃത്യമായ രേഖകളില്ലാത്ത ആളുകളെ കയറ്റിവിടുന്നില്ല. ഇപ്പോൾ അകത്തേക്ക് കയറിപ്പോയത് മാധ്യമപ്രവർത്തകരിൽ ദൂരദർശൻ്റെ ആളുകൾക്ക്, അവർക്ക് സ്പെഷ്യൽ കവറേജിനുള്ള അവസരമുണ്ട്. അപ്പോൾ ANAയുടെ പ്രതിനിധികളെ അവർ കയറ്റിവിട്ടിട്ടുണ്ട്. അല്ലാതെ മാധ്യമപ്രവർത്തകർക്കും നിയന്ത്രണമുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ വയനാട്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുമ്പോൾ എന്താണ് വയനാട് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഭവ്യ. കാരണം ഇന്നലെ കേന്ദ്ര സംഘം ഇവിടെ എത്തിയിരുന്നു. കേന്ദ്ര സംഘം ഇവിടെ എത്തി ഇവിടുത്തെ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു, കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്തി.
അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ മേഖലയിൽ ഒരു വിദഗ്ധ പഠനം വേണം. എന്തുകൊണ്ട് അടിക്കടി ഈ പ്രദേശങ്ങളിൽ ഇവിടെ 4 കിലോമീറ്റർ അകലെയാണ് 2 തവണയായി വലിയ പ്രകമ്പനവും ഭൂകമ്പവും മണ്ണിടിച്ചിലും മറ്റുമുണ്ടായി അനവധി ആളുകൾ കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ട് വയനാട് ഇത്ര വലിയൊരു ദുരിതബാധിത മേഖലയായി മാറുന്നു എന്നുള്ളതിന് പ്രധാനമായും ഒരു പഠനം വേണമെന്നവർ പറഞ്ഞു വെക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ നിരവധി വിദഗ്ധർ, മന്ത്രിമാരടക്കം, ഡിസാസ്റ്റർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ആളുകളടക്കം അവിടെ വിവരങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് കൈമാറിയിരുന്നു. അങ്ങനെയാണ് 2000 കോടി രൂപയുടെ ഒരു പുനരധിവാസ പാക്കേജെങ്കിലും വയനാടിന് വേണം എന്ന ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചത്. അത് എങ്ങനെ കേന്ദ്രം പരിഗണിക്കും എന്നതാണ് നമുക്കിനി കാണാനുള്ളത്. പ്രധാനമന്ത്രിയിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏറെ നിർണായകമാകുന്നത് ദുരന്തബാധിത മേഖലകൾ അദ്ദേഹം ഹെലികോപ്റ്ററിൽ സന്ദർശിക്കുമെന്നും ഈ മേഖലകളിൽ എത്തി അദ്ദേഹം ഈ ഒരുപക്ഷെ മുഖ്യമന്ത്രി അതിനൊപ്പം ഉണ്ടായിരിക്കാം, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ടാകും. അവരൊക്കെ ഒപ്പം ചേർന്ന് ദുരന്തബാധിത മേഖലയിൽ ഹെലികോപ്റ്റർ സന്ദർശനമുണ്ടാകും. ഒപ്പം ഈ ക്യാമ്പിൽ അദ്ദേഹം മേപ്പാടിക്കടുത്ത് തൊട്ടടുത്ത് ഒരു സ്കൂളിൽ ക്യാമ്പുണ്ട്. ഈ ക്യാമ്പിൽ അദ്ദേഹം പോയേക്കാം. ഒപ്പം വിംസ് ഹോസ്പിറ്റലിലാണ് ഇവിടെ ചികിത്സയിൽ ഒരുപാട് ആളുകൾ കഴിയുന്നുണ്ട്. അവരിലേക്കും അദ്ദേഹം അവിടെയും പോയി സന്ദർശിച്ചേക്കാം. അങ്ങനെ അത്തരത്തിൽ സന്ദർശനത്തിലൂടെ ഇതിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഈ ദുരന്ത മേഖലയിലെ പ്രശ്നങ്ങൾ നേരിട്ട് അദ്ദേഹം കാണുക എന്ന് പറയുന്നത് പ്രധാനമാണ്. നേരിട്ട് കണ്ട് ഇവിടുത്തെ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കുമ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നിരവധിയായ ഒരുപാട് സഹായങ്ങൾ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് വയനാടുള്ളത്. കാരണം അത്രത്തോളം ആശ്വാസം വയനാടിന് വേണം. നമുക്കറിയാം, ഒരുപാട് സാധനങ്ങൾ അന്ന് മുതൽ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നുണ്ട്. സുബനസ്തുകളായ ഒരുപാട് ആളുകൾ വസ്ത്രങ്ങളായാലും ഭക്ഷണ സാധനങ്ങളായാലും മറ്റ് പലചരക്ക് സാധനങ്ങളായാലും ഒക്കെ ആവശ്യത്തിലധികം വയനാട്ടിലേക്ക് റിലീഫ് ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഈ ദുരന്തത്തിനിരയായ ആളുകളുടെ പുനരധിവാസം വേണം. അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം. അവർക്ക് ജീവനോപാധികൾ വേണം. അവരുടെ കൃഷിയിടങ്ങൾ അടക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. വീടുകൾ നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ 400ഓളം ആളുകൾ അത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെ ആ തരത്തിൽ മുന്നോട്ട് ജീവിതത്തിലേക്ക് പതിയെ തിരികെ കൊണ്ടുവരാനുള്ള സാമ്പത്തിക സഹായമാണ് നമുക്കിനി ആവശ്യമുള്ളത്. കേരളത്തിന്റെ സാമ്പത്തിക നില അത്ര ഭദ്രമല്ല എന്നറിയാം. സ്വാഭാവികമായും കേരളത്തിന്റെ അകമഴിഞ്ഞുള്ള സഹായം വേണ്ടിവരും. അതിനുള്ള നടപടിക്രമങ്ങൾ ദ്രുതഗതിയിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാടുള്ളത്. അതിനായാണ് നമ്മളെല്ലാം കാത്തിരിക്കുന്നതും. ഭവ്യ. തീർച്ചയായും രഞ്ജിത്ത് തുടരുക. ഇപ്പോൾ MG മിഥുൻ കൂടി ചേരുന്നു. കൽപ്പറ്റ SKM ഗ്രൗണ്ടിൽ നിന്നാണ് മിഥുൻ ചേരുന്നത്. മിഥുൻ, 11:55 പ്രധാനമന്ത്രി അവിടെ ഹെലികോപ്റ്ററിൽ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം ആ ദുരന്ത മേഖല മുഴുവൻ വ്യോമ നിരീക്ഷണം നടത്തുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അത്തരത്തിൽ വ്യോമനിരീക്ഷണത്തിൽ കൂടി തന്നെ എത്രമാത്രം ആ നാട് പൂർണ്ണമായും നശിച്ചുപോയി എന്നത് അദ്ദേഹത്തിന് മനസ്സിലാകും. അതിനുശേഷം അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പും ആശുപത്രിയും സന്ദർശിക്കുന്നതോടുകൂടി ആ ദുരന്തത്തിന്റെ പൂർണ്ണ ചിത്രം പ്രധാനമന്ത്രിക്ക് നേരിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് വലിയ പ്രതീക്ഷയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഒരുപക്ഷെ വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് വലിയ കൈത്താങ്ങാവും കേരളത്തിനൊപ്പം വയനാടിനെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. എപ്പോഴത്തേക്ക് അദ്ദേഹം എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ. ഭവ്യ, ഏകദേശം 11:20 അദ്ദേഹം പ്രത്യേക വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹം ഇറങ്ങും. അദ്ദേഹത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ചേർന്ന് സ്വീകരിക്കും. പ്രധാനമന്ത്രിക്കൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് ഇവർ ഹെലികോപ്റ്റർ മാർഗം അവിടെ നിന്ന് വ്യോമ നിരീക്ഷണം, അതായത് ആദ്യം പോകുന്നത് ഈ SKJM ഗ്രൗണ്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം അദ്ദേഹം പോകുന്നത് ഈ പറയുന്ന ദുരന്തബാധിത മേഖലകളിലേക്കാണ്. അവിടെയൊക്കെ പോയി വ്യോമനിരീക്ഷണത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ തന്നെ അദ്ദേഹം സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം തിരികെ ഈ SKJM ഈ ഗ്രൗണ്ടിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഈ ഹെലിപ്പാഡിലേക്ക് വന്നിറങ്ങുക. ഇവിടെ ഇപ്പോൾ പൂർണ്ണമായും SPG സംഘം സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുകയാണ്. പോലീസിന്റെ ഒരു വലിയ നിരയുണ്ട്. സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഏകദേശം ഒരു 10 മണിയോട് കൂടി ഇവിടെ നിന്ന് ആരെയും കടത്തിവിടില്ല. ഇപ്പോൾ അനൗൺസ്മെന്റ് ചെയ്തു തുടങ്ങിയാണ്. ഈ സമയത്തൊന്നും തന്നെ ആരും ഈ സമയത്തേക്ക് ഇവിടേക്ക് ഇറങ്ങാൻ പാടില്ല, റോഡിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നുള്ള കർശനമായ നിർദ്ദേശം പോലീസ് സംവിധാനങ്ങൾ നൽകുന്നുണ്ട്. കൂടാതെ തന്നെ ഇവിടുത്തെ ഗതാഗത നിയന്ത്രണം 10 മണിക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടുന്ന് ഈ പറയുന്ന ബത്തേരിയിലേക്കും മൈസൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ നിന്ന് ഈ SKJM ഗ്രൗണ്ടിന് സമീപത്ത് വെച്ച് ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യും. അതിനുശേഷം പിന്നീട് അദ്ദേഹം കടന്നു പോകുന്ന മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ പരിശോധനയുണ്ട്. പോലീസിന്റെ ഒരു വലിയ നിരയുണ്ട്.
എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹത്തിന്റെ ഈ കടന്നുവരവുമായി ബന്ധപ്പെട്ട് SPG സംഘമെത്തി വിലയിരുത്തലുകൾ നടത്തിയിരുന്നു, ട്രയൽ റണ്ണുകൾ നടത്തിയിരുന്നു. ഹെലികോപ്റ്റർ മാർഗം ഈ വ്യോമ നിരീക്ഷണം നടത്തുന്ന മേഖലകളിലൊക്കെ തന്നെ ട്രയൽ റണ്ണുകൾ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം ഈ വ്യോമ നിരീക്ഷണം നടത്തി ഏകദേശം 11:55 ഒരുപക്ഷെ 12 മണിയോടുകൂടി അദ്ദേഹം ഈ കാണുന്ന ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഹെലിപ്പാഡിൽ വന്നിറങ്ങും. അതിനുശേഷം അവിടുന്ന് സമീപത്തുള്ള ആ ഗേറ്റ് വഴി പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോകും. തുടർന്ന് ആദ്യം അദ്ദേഹം പോകുന്നത് ഈ പ്രത്യേകം താൽക്കാലികമായി തയ്യാറാക്കിയിട്ടുള്ള സേന തയ്യാറാക്കിയിട്ടുള്ള ആ ബെയിലി പാലം സന്ദർശിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം അദ്ദേഹം പോവുക. അദ്ദേഹത്തോടൊപ്പം വിദഗ്ധ സംഘങ്ങളുണ്ടാകും. ഒപ്പം തന്നെ വലിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒക്കെ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം അവിടെ എത്തി അവിടെ നിന്ന് നിരീക്ഷണം നടത്തും. ഈ ബെയിലി പാലത്തിലെത്തുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ഔദ്യോഗികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം തിരികെ മടങ്ങി നേരെ പോകുന്നത് ഈ മേപ്പാടിയിലുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളാണ്. ആ ക്യാമ്പുകളിൽ നിരവധി പേരുണ്ട്. ഈ ദുരിതം അനുഭവിക്കുന്ന നിരവധി ജനങ്ങളുണ്ട്, ജനവിഭാഗങ്ങളുണ്ട്. അവരെയൊക്കെ നേരിൽ കണ്ട് അദ്ദേഹം പ്രശ്നങ്ങൾ ചോദിച്ചറിയും. അദ്ദേഹത്തോട് അവർക്കുണ്ടായ ദുരനുഭവങ്ങൾ, ആ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്യും. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഒപ്പം തന്നെ വിംസ് ആശുപത്രിയിലേക്കാണ് പോകുന്നത്. അവിടെ ഏകദേശം 75ഓളം പേർ ഇപ്പോഴും ഈ നിരവധി പേർ പരിക്ക് മൂലം അവിടെ ചികിത്സയിൽ കഴിയുന്നുണ്ട്. വലിയ പരിക്കുകളേറ്റ ആളുകളുണ്ട്. അവർക്കൊക്കെ തന്നെ അദ്ദേഹം ആശ്വാസം പകരുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി അവിടേക്ക് എത്തും. നിലവിൽ ഷെഡ്യൂൾ പ്രകാരം അതിനുശേഷം അദ്ദേഹം പോകുന്നത് ആശുപത്രിയിലേക്കാണ് എന്നാണ് അറിയിക്കുന്നത്. തുടർന്ന് അവിടെ കുറച്ചു സമയം ചെലവഴിച്ചതിന് ശേഷം അദ്ദേഹം തിരികെ വീണ്ടും റോഡ് മാർഗം ഇവിടേക്ക് വരും, കളക്ടറേറ്റിലേക്ക് വരും, സിവിൽ സ്റ്റേഷന് സമീപമുള്ള കളക്ടറേറ്റിലേക്ക് വരും. കളക്ടറേറ്റിലെത്തി റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ റിവ്യൂ മീറ്റിംഗ് ചേരും. ആ ഒരു യോഗത്തിൽ മന്ത്രിതല ഉപസമിതിയിൽപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള കെ രാജനൊപ്പം തന്നെ PM മുഹമ്മദ് റിയാസ്, OR കേളു, AK ശശീന്ദ്രൻ അടക്കമുള്ള ഈ മന്ത്രിമാരുണ്ടാകും. ഒപ്പം തന്നെ കളക്ടർ ഉണ്ടാകും, മറ്റു ഉദ്യോഗസ്ഥരുണ്ടാകും. ഇതിനു പുറമെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിൽ ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രധാനമായും ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ ചർച്ചയാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ ദുരന്തമുണ്ടായതിനു ശേഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ ഈ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും ഒക്കെ നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. അതായത് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടുണ്ട്. ഈ പാക്കേജ് അനുവദിക്കണം, ഇത്രയും വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, എത്ര പ്രദേശം ഒഴുകിപ്പോയിട്ടുണ്ട്, എത്ര വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. കാരണം നമുക്കറിയാം, വലിയ 2 ഗ്രാമങ്ങളായിരുന്നു, ചെറിയ പട്ടണങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതിമനോഹരമായ ഒരിടമായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായും ഈ ഒരു ദുരന്തത്തിൽ ഒലിച്ചു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. അതൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് നേരത്തെ തന്നെ കേന്ദ്ര സംഘത്തിന് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെയോടുകൂടി രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള ഇന്റർ മിനിസ്റ്റീരിയൽ ലീഡർ കൂടിയായിട്ടുള്ള രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 9 അംഗ സംഘം കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിക്കുന്നതിനും ഒക്കെ എത്തിയിരുന്നു. അവർ ഈ ദുരന്തബാധിത മേഖലകളിൽ എത്തി നേരിട്ട് കണ്ട് ഈ ബോധ്യപ്പെട്ടതിന് ശേഷം ഇവിടുന്ന് മടങ്ങിയതിനു ശേഷം ഈ ജനപ്രതിനിധികളുമായി ഒക്കെ അവർ കൂടിയാലോചനകൾ നടത്തുകയും ചെയ്തു. ഏതായാലും അതിന്റെ റിപ്പോർട്ട് കൂടി പ്രധാനമന്ത്രിക്ക് സ്വാഭാവികമായി നൽകിയിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നതോടുകൂടി ഈ റിവ്യൂ മീറ്റിൽ പങ്കെടുക്കുന്നതോടുകൂടി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ, പുനരധിവാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ചർച്ചയിലുണ്ടാകും. ഇനി എങ്ങനെ ഈ ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ, ഇവിടുത്തെ ജനങ്ങൾക്ക് കൈത്താങ്ങാൻ ഇനി വേണ്ടത് പണമാണ് വേണ്ടത്. അതിന് കുറേയധികം തുക ആവശ്യമായിട്ടുണ്ട്. നിലവിൽ മറ്റ് ആവശ്യങ്ങൾക്കുള്ള സാമഗ്രികളെല്ലാം തന്നെ നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ അവയെല്ലാം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ പുനരധിവസിപ്പിക്കുന്നതിനും അവർക്ക് ടൗൺഷിപ്പ് മോഡലിൽ മറ്റ് വീടും ഒക്കെ നൽകുക, ഒപ്പം തന്നെ നിരവധി പേർ കച്ചവടവുമായി ജീവിച്ചിരുന്ന ആളുകളുണ്ട്, ജീവനോപാധി ആയിട്ടുള്ള പല സംരംഭങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ പിന്നീട് ഇനി എന്ത് ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിന് ഇനി എന്തൊക്കെയാണ് സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു നൽകേണ്ടതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു റിവ്യൂ മീറ്റിംഗിൽ പ്രധാനമന്ത്രിയെ ധരിപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം അദ്ദേഹം ഇവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഈ കാണുന്ന SKJM ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം വീണ്ടും ഹെലികോപ്റ്ററിൽ തിരികെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകും. 3:20 അദ്ദേഹം തിരികെ ഡൽഹിക്ക് മടങ്ങുക. തീർച്ചയായും മിഥുൻ തുടരുക. ദയവായി ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി ചേരുന്നു കൽപ്പറ്റ സിവിൽ സ്റ്റേഷനിൽ നിന്ന്. അനീഷ്, ഈ ഹെലികോപ്റ്ററിൽ വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി ദുരന്തബാധിത പ്രദേശങ്ങൾ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം കൽപ്പറ്റയിൽ എത്തും. അതും റോഡ് മാർഗമാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് എത്തുക. അവിടെ നിന്നാണ് അദ്ദേഹം റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ചൂരൽമലയിൽ നിന്ന് അദ്ദേഹം ബെയിലി പാലത്തിലൂടെ നടന്നു പോകുന്ന പ്രധാനമന്ത്രി വിവിധ രക്ഷാസേനകളെ അഭിനന്ദിക്കും. ശേഷം ചികിത്സയിൽ കഴിയുന്ന ക്യാമ്പുകളിലും ആശുപത്രിയിലും അദ്ദേഹം എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കൽപ്പറ്റയിൽ അദ്ദേഹം റോഡ്
വിമാനമാർഗം എത്തുന്നതോടുകൂടി തന്നെ വലിയ സുരക്ഷയിലായിരിക്കും കൽപ്പറ്റ നഗരം പൂർണ്ണമായും. ഏറ്റവും പ്രധാനമായി താമരശ്ശേരി ചുരത്തിൽ നിന്ന് അങ്ങോട്ട് ആളുകളെ കയറ്റിവിടുന്നില്ല. അവിടെ അടക്കം വലിയ ഗതാഗത നിയന്ത്രണമുണ്ട്. എന്താണ് കൽപ്പറ്റയിലെ നിലവിലെ സാഹചര്യം? വലിയ സുരക്ഷയിൽ തന്നെ ആയിരിക്കുമല്ലോ പൂർണ്ണമായും കൽപ്പറ്റ, അല്ലേ? തീർച്ചയായും സിവിൽ സ്റ്റേഷനും പരിസര പ്രദേശങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിൽ തന്നെ ആണ് എന്ന് നമുക്ക് കാണാം. ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. കർശനമായ പരിശോധനകൾക്ക് ശേഷമാണ് കളക്ടറേറ്റിലെ ജീവനക്കാരെ അടക്കം അകത്തേക്ക് കടത്തിവിടുന്നത്. നേരത്തെ തന്നെ പ്രത്യേക പാസ് SPG കാർ നൽകിയിരുന്നു. ആ പാസുകൾ ഉള്ളവർക്ക് മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പോകാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് അകത്തേക്ക് പോവുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും അദ്ദേഹം സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ദുരന്തഭൂമിയിൽ നിന്നും മടങ്ങിയ ശേഷം ഈ വയനാട് സിവിൽ സ്റ്റേഷനിൽ എത്തിയാവും റിവ്യൂ മീറ്റിംഗിൽ ഒരു അവലോകന യോഗത്തിൽ പങ്കെടുക്കുക എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. മന്ത്രിമാരും കളക്ടറും അടക്കമുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകൾ ആ സമയം സിവിൽ സ്റ്റേഷനിൽ ഉണ്ടാവും. അവർ ഇതുവരെ നടന്ന രക്ഷാപ്രവർത്തനത്തെക്കുറിച്ചും എന്താണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ കൂടി കേരളത്തിന് നഷ്ടമായതെന്നും ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നുമൊക്കെയുള്ള സംസ്ഥാന സർക്കാരിന്റെ കുറിപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാട് പ്രധാനമന്ത്രിക്ക് മുന്നിൽ വെക്കും. നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ദുരന്തം കഴിഞ്ഞു, രക്ഷാപ്രവർത്തനവും ആളുകളുടെ മൃതശരീരങ്ങൾ വീണ്ടെടുക്കുന്നതിനുള്ള തെരച്ചിലുമൊക്കെ നടന്നു. ഇനി പുനരധിവാസം എന്ന ഏറ്റവും പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് ഈ ദുരന്തത്തിന്റെ ഇരയായവർ കടന്നു പോകേണ്ടത്. അങ്ങനെയുള്ള ആളുകൾക്ക് മുന്നിൽ ഏറ്റവും സുപ്രധാനമായ ദിനമാണ് ഇന്നത്തെ ദിനം, പ്രധാനമന്ത്രിയുടെ സന്ദർശന ദിനമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ പ്രാഥമികമായുള്ള പുനരധിവാസ പാക്കേജിന് ഉതകുന്ന പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തിനെ കൊണ്ട് മാത്രം താങ്ങാൻ കഴിയുന്ന ഒരു ബജറ്റല്ല. അതുകൊണ്ട് ഒരു പ്രത്യേക പാക്കേജ് കേന്ദ്രത്തിൽ നിന്നും അനുവദിക്കുകയാണെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് വലിയ ഗുണകരമാവും. ഒപ്പം ദുരന്തത്തിനിരയായ ആളുകൾക്ക് വലിയ കൈത്താങ്ങാവുകയും ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. അടുത്ത കാലത്ത് ഉത്തരാഖണ്ഡ് അടക്കമുള്ള ഇടങ്ങളിൽ മേഘവിസ്ഫോടനത്തിലൂടെ വലിയ നാശനഷ്ടം ഉണ്ടായപ്പോൾ 10,000 കോടിയിലധികം രൂപയാണ് അത്തരം ഇടങ്ങളിൽ കേന്ദ്രം സഹായമായി നൽകിയത്. അത്തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന ഇത്തവണ കേരളത്തിനും കൂടി ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രി നേരിട്ട് വന്ന് കാര്യങ്ങൾ വീക്ഷിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിക്കും എന്നും പറയുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. ഉരുൾപൊട്ടൽ നടന്ന ഇടങ്ങളിൽ പോയി ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായി വിവരങ്ങൾ ആരാഞ്ഞിരുന്നു. ഇതിനെ തുടർന്നുള്ള ഒരു റിപ്പോർട്ട് അദ്ദേഹം കേന്ദ്രത്തിൽ നൽകുകയും ചെയ്തു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ അപകടത്തിന്റെ ആദ്യ ദിനങ്ങളിൽ ഇവിടെ തമ്പടിച്ചാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. അദ്ദേഹം ഒരു റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലെ കേന്ദ്ര തലത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ സംഘം ഈ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. അത്തരത്തിൽ അവരും ആ സംഘവും റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ 3 തരത്തിലുള്ള റിപ്പോർട്ടുകൾ കേന്ദ്രത്തിൻ്റെതായി മാത്രം പ്രധാനമന്ത്രിക്ക് മുമ്പിലെത്തിയിട്ടുണ്ട്. ഒപ്പം സംസ്ഥാന സർക്കാർ ഓരോ ഘട്ടങ്ങളിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഈ PMOയ്ക്ക് കൈമാറുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കൂടി പരിഗണിക്കുമ്പോൾ ഒരു അടിയന്തരമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. മന്ത്രി പ്രകടിപ്പിച്ചത്. അല്പസമയത്തിനകം മന്ത്രി രാജൻ, റവന്യൂ മന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുകയും ചെയ്യും. അദ്ദേഹം അടക്കവും വലിയ പ്രതീക്ഷയാണ് ഈ സന്ദർശനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം വലിയ ദുരന്തമാണ് ഉണ്ടായത്. ജീവൻ മാത്രം നഷ്ടപ്പെട്ടതല്ല, വീടുകൾ നഷ്ടപ്പെട്ടത് മാത്രമല്ല, അവശേഷിക്കുന്ന ആളുകളുടെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നൊരു വലിയ ചോദ്യമാണ് സർക്കാരുകൾക്ക് മുന്നിൽ അവശേഷിക്കുന്നത്. അതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ രാഷ്ട്രീയ ഭിന്നതകൾക്കപ്പുറം ഈ ജനങ്ങൾക്ക് കൈത്താങ്ങായി മാറും എന്ന ഒരു ഉറപ്പ് ഇതിനകം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം എന്തെങ്കിലും പ്രഖ്യാപനം നടത്തുമോ അതോ ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തിയ ശേഷം വരും ദിനങ്ങളിൽ ഡൽഹിയിലെത്തിയ ശേഷമാകുമോ ഒരു പ്രഖ്യാപനം നടത്തുക എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ സന്ദർശനം അങ്ങേയറ്റം ആശ്വാസം പകരുന്ന ഒരു നടപടി തന്നെയായാണ് എല്ലാ കോണുകളിൽ നിന്നും വിലയിരുത്തപ്പെടുന്നത്. ഭവ്യ, തീർച്ചയായും മനീഷ് തുടരുക. ഞാൻ വീണ്ടും മേപ്പാടിയിലേക്ക് പോകുന്നു. അവിടെ രഞ്ജിത്ത് രാമചന്ദ്രനുണ്ട്. രഞ്ജിത്ത്, ഈ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറിൽ തന്നെ സൈന്യത്തെ നിയോഗിച്ചും ആവശ്യമായ ഇടപെടലുകൾ നടത്തിയും കൂടെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി. ആ പ്രധാനമന്ത്രിയാണ് ഇന്ന് നേരിട്ട് വയനാട്ടിലേക്ക് എത്തുന്നത്. അത് വയനാട്ടുകാരെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് എത്രമാത്രം ആശ്വാസകരമാണ്. ഒപ്പം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടി അദ്ദേഹത്തിനൊപ്പം ഉണ്ട്. അദ്ദേഹം നേരത്തെയും വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. ഒപ്പം ഗവർണറുണ്ട്, അദ്ദേഹവും നേരത്തെ വയനാട്ടിലെത്തി സന്ദർശനം നടത്തിയിരുന്നു. അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ രണ്ടുപേരും പ്രധാനമന്ത്രിക്കൊപ്പം ഉണ്ടാകും. ഈ ഒരു സാഹചര്യം കുറച്ചുകൂടി അദ്ദേഹത്തിന് കാര്യങ്ങൾ വ്യക്തമാവാനും ഇവിടുത്തെ ഒരു സാഹചര്യം മനസ്സിലാക്കാനും സഹായിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എത്രമാത്രം ആശ്വാസമാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു ഘട്ടത്തിലെ സന്ദർശനം?
ഭവ്യ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം, ഏറ്റവും സ്തുത്യർഹമായ സേവനം ഈ ദുരന്ത മേഖലയിൽ നടത്തിയത് നമ്മുടെ സൈന്യമാണ്, നമ്മുടെ ആർമിയാണ്. അവരെത്രത്തോളം അവരുടെ ജീവൻ പോലും പണയം വെച്ച് അത്രത്തോളം കഠിനാധ്വാനം നടത്തി നിരവധി ആളുകളെ രക്ഷപ്പെടുത്തി, നിരവധി മൃതദേഹങ്ങൾ കണ്ടെടുത്തു. രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവർ ഏതാണ്ട് ഒന്നൊന്നര ആഴ്ചയോളം അവർ അവിടെ തുടർന്നിരുന്നു. അതിനുശേഷമാണ് അവർ മടങ്ങിയത്. ഭാഗികമായാണ് അവർ മടങ്ങിയത്. അതിനുശേഷം അവരുടെ ഒരു യൂണിറ്റ് ഈ ബെയിലി പാലം നിർമ്മാണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില സാങ്കേതിക വിദ്യകൾ അത് കൈമാറിന് ശേഷവും മടങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സൈന്യത്തിൻ്റെ ബെയിലി പാലമായിരുന്നു. നമുക്കിപ്പോൾ രാവിലെ മുതൽ നമ്മൾ അങ്ങോട്ടേക്ക് പോയി അവിടെ നമ്മുടെ പ്രഭാത മോർണിംഗ് ഷോ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ വന്നത്. പക്ഷേ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കയറ്റി വിടുന്നില്ല. ഇവിടുന്ന് ഒരു 10-12 കിലോമീറ്റർ അകലെയാണ് ബെയിലി പാലമുള്ളത്. അവിടെ ആ ബെയിലി പാലത്തിലൂടെയാണ് ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട മുണ്ടക്കൈ പ്രദേശത്തേക്ക് ആളുകൾ പോകുന്നത്. മറ്റു പാലം അവിടെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാലം ഒലിച്ചുപോയി. അപ്പോൾ ഈ ബെയിലി പാലമാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായി ആളുകൾക്ക് തങ്ങളുടെ എന്തെങ്കിലും വസ്തുക്കൾ അവശേഷിക്കുന്നുണ്ടോ എന്നടക്കം അറിയാനുള്ള ഏക മാർഗം. അതുപയോഗിച്ചാണ് ജനം മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് സന്ദർശിക്കുക എന്ന് പറയുന്നതിന് ഈ ദുരന്തം കഴിഞ്ഞിട്ട് 12 ദിവസം കഴിയുന്നു. 12 ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ ഇന്നിപ്പോൾ അദ്ദേഹത്തിന് വലിയ സെക്യൂരിറ്റി ഒരുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം വന്ന ദിവസം നമുക്കറിയാം തെരച്ചിൽ പൂർണ്ണമായി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നലെ ജനകീയ തെരച്ചിലുണ്ടായിരുന്നു. 4-5 മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ സുരക്ഷ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമുണ്ടാക്കും എന്നുള്ള കൃത്യമായ ബോധ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പ്രധാനമന്ത്രിക്കും അടക്കം കേന്ദ്രത്തിനും അടക്കമുണ്ട്. അതുകൊണ്ടാണ് ഒരു 2 ആഴ്ചയെങ്കിലും ഈ സന്ദർശനത്തിൽ ഒരു വൈകൽ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ വയനാട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്ന കാര്യത്തിലടക്കം ഒരു നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കേന്ദ്രം എന്നുള്ളതാണ്. കൃത്യമായി ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയും കേന്ദ്രമന്ത്രിയെ സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിയുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. കൃത്യമായ രൂപരേഖ കേന്ദ്രത്തിന്റെ മനസ്സിലുണ്ട് എന്താണ് വയനാടിനായി ചെയ്യാനുള്ളത് എന്ന കാര്യത്തിൽ. അത് മാത്രമല്ല, മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം സുരേഷ് ഗോപി ആശയവിനിമയം നടത്തുന്നുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിയെ. അതനുസരിച്ചുള്ള ബോധ്യപ്പെടൽ കേന്ദ്രത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള ഒരു ആശ്വാസം, ഈ പറഞ്ഞ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ഒരു ആശ്വാസം വയനാട്ടുകാർക്ക് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളുള്ളത്. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഏറെ നിർണായകമാക്കുന്നത്. നമുക്കിനി ഒരുപാട് സമയം കാത്തിരിക്കേണ്ട, ഏതാണ്ട് 2 മണിക്കൂറിനകം അദ്ദേഹം ഇവിടെ കണ്ണൂരിലെത്തും. അതിനുശേഷം അദ്ദേഹം വയനാട്ടിലേക്ക് എത്തും എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും ഗവർണറും അടക്കം സ്വീകരിക്കാനായി കണ്ണൂരിലുണ്ട്. ഒരുപക്ഷെ അവർക്കൊപ്പമായിരിക്കാം ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുക. അതിനുശേഷം ഒരു യോഗത്തിൽ അദ്ദേഹം അല്പസമയം പങ്കെടുക്കുമെന്ന് മനസ്സിലാകുന്നു. ഇന്നലെ കേന്ദ്ര ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വന്ന് പരിശോധന നടത്തിയിരുന്നു. 2000 കോടിയുടെ പാക്കേജാണ് കേരളം അവരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ നല്ല തോതിലുള്ള വയനാടിനെ പുനരുജ്ജീവിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഒരു സഹായം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രത്തോളം വയനാട് കാത്തിരിക്കുന്നുണ്ട് ആ സന്ദർശനത്തെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് വീണ്ടും കെട്ടിപ്പടുക്കണം. കാരണം അത്രമാത്രം ഒലിച്ചുപോയ ആ നാട്, അവിടെ ഒന്നും അവശേഷിക്കുന്നില്ല. ആ നാട് വീണ്ടും നമുക്ക് കെട്ടിപ്പടുക്കണം. നമ്മുടെ കേരളത്തിന് ആ നാടിനെ പുനരുജ്ജീവിപ്പിക്കണം. അതിന് വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രധാനമന്ത്രിയുടെ വരവിനെ ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്നത്. ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഏറ്റവും പ്രധാനം ഒരുപക്ഷെ വയനാട്ടിൽ കൂടുതൽ സൗകര്യങ്ങളും ടൗൺഷിപ്പും ഒക്കെ ഒരുക്കാൻ സ്വകാര്യ കമ്പനികളടക്കം കൂടുതലായി രംഗത്തെത്താനുമുള്ള ഒരു സാഹചര്യവും മുന്നിൽ കാണണം, അല്ലേ? ഇത് ഈ ടൗൺഷിപ്പിലേക്ക്, അതായത് നമുക്കറിയാം ദുരന്തബാധിത മേഖലയിൽ ഇനിയൊരു വാസം അസാധ്യമാണ്. നമ്മൾ നേരത്തെ പുത്തുമലയിലും ഒക്കെ അത് കണ്ടതാണ്. ആ മേഖലയിലേക്ക് പിന്നീടും മനുഷ്യരെ തള്ളി താമസിക്കാനായി വിടുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ്. കാരണം നമുക്കറിയാം എത്രത്തോളം ആഘാതം ആ പ്രദേശത്ത് ഉണ്ടായി എന്നുള്ളത്. അവിടെ 2 ഗ്രാമങ്ങളാണ് ഒട്ടാകെ ഒലിച്ചുപോയത്. അവിടെ 400 വീടുകളെക്കുറിച്ച് ഒരു അറിവുമില്ല. അവിടെ ചെന്ന് കാണുമ്പോൾ നമുക്ക് ഹൃദയഭേദകമാണ് കാഴ്ചകൾ. കാരണം ഇവിടെ ഓരോരുത്തർ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമ്മളെ തൊട്ട് കാണിക്കുന്ന ഇത് ഇന്നയാളുടെ വീടായിരുന്നു, ഇത് മറ്റേയാളുടെ വീടായിരുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വീടുണ്ടായിരുന്നു എന്ന കാര്യത്തിലൊക്കെ നമുക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അത്രത്തോളം വലിയ നാശനഷ്ടമുണ്ടായ ഒരു പ്രദേശമാണ്. അപ്പോൾ നേരത്തെ ഭവ്യ പറഞ്ഞതുപോലെയാണ് ഈ ടൗൺഷിപ്പ് അടക്കമുള്ള കൂടുതൽ മാർഗങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുന്നത്. അത് കേരളം ചിന്തിക്കുന്നുണ്ട്. ഈ ആർക്കിടെക്ട് ശങ്കർ അടക്കമുള്ള ഹാബിറ്റാറ്റ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വീടുകൾ നഷ്ടപ്പെട്ട, ഭവനങ്ങൾ നഷ്ടപ്പെട്ട ഈ കുടുംബങ്ങൾക്ക് വളരെ കൃത്യമായി തന്നെ മറ്റൊരു സ്ഥലത്ത് അവർക്ക് ജീവനോപാധി അടക്കം ഏതെങ്കിലും തരത്തിൽ സമ്മാനിച്ചുകൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയ ഒരു കാര്യമാണ് നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അതിനുള്ള സഹായമാണ് കേന്ദ്ര
വിവരം നമുക്ക് നൽകേണ്ടത്, പ്രധാനമന്ത്രി നേരിട്ട് ഈ വിഷയം കണ്ട് നൽകേണ്ടത്. ഒപ്പം ഈ ജൈവപരമായ അല്ലെങ്കിൽ ഈ കാലാവസ്ഥാപരമായ വയനാട്ടിലെ മാറ്റങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ ഉണ്ടാകണം. ഇനിയും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളെ കൃത്യമായി രേഖപ്പെടുത്തണം. അവിടെ മനുഷ്യവാസം എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഒരു പുനർവിചിന്തനം നടത്തണം. അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങൾ ബാക്കിയുണ്ട് ഈ മേഖലയിൽ എന്നുള്ളതാണ്. ഇതിലൊരു കൃത്യമായ പഠനം നടത്താനൊക്കെ കേന്ദ്രത്തിന്റെ കൂടുതൽ ശ്രദ്ധ ഈ മേഖലയിലേക്ക് പതിക്കാനൊക്കെ ഒരുപക്ഷെ പ്രധാനമന്ത്രി സന്ദർശനം സഹായകരമാകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഭവ്യ, തീർച്ചയായും തുടരുക. രഞ്ജിത്ത്, എം ജി മിഥുൻ ചേരുന്നു കൽപ്പറ്റ SKJM ഗ്രൗണ്ടിൽ നിന്ന്. അവിടെയാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുക. അവിടെ നിന്നാണ് അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് അടക്കം പോവുക. മിഥുൻ അവിടെ നിന്ന് ചേരുന്നുണ്ട്. മിഥുൻ, ഇനി അധികം സമയം കാത്തിരിക്കേണ്ട നമ്മൾ പ്രധാനമന്ത്രിയുടെ വരവിന്. ഇപ്പോൾ സമയം 9:25 ആയിരിക്കുന്നു. 11:55 അദ്ദേഹം എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ ഇറങ്ങുന്നു. അവിടെ വ്യോമ നിരീക്ഷണം നടത്തും. അതിനുശേഷമാണ് അദ്ദേഹം ദുരന്ത ബാധിത മേഖലകളിലേക്ക് പോവുക. ഏറ്റവും പ്രധാനമായി ഈ നാട് ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, കേരളത്തിന്റെ ആവശ്യം പ്രധാനമന്ത്രി അംഗീകരിക്കുമോ? 2000 കോടിയുടെ പാക്കേജ് അദ്ദേഹം പ്രഖ്യാപിക്കുമോ? അതിലുപരിയായി ഈ വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ പ്രധാനമന്ത്രി എന്നാണ്. അത് ഇന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ മിഥുൻ? അതല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം ഡൽഹിയിലെത്തിയ ശേഷം ഒരു ചർച്ചകൾക്ക് ശേഷമായിരിക്കുമോ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക എന്നാണ് പൊതുവെ പ്രേക്ഷകരൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടാവുക മിഥുൻ? ഭവ്യ, ഇന്ന് ഈ ഒരു ദുരന്തബാധിത മേഖലകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഒരു ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ മന്ത്രിമാരുമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അക്കാര്യത്തിൽ ഈ ഒരു ദുരന്തത്തിന്റെ ഇത്രയും അധികം വ്യാപ്തി അദ്ദേഹം നേരിട്ടെത്തി മനസ്സിലാക്കിയതിനു ശേഷം ഇക്കാര്യങ്ങളിൽ ഒരു ഉറപ്പ് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഈ റിവ്യൂ മീറ്റിംഗിൽ പറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ മറ്റൊരു പ്രഖ്യാപനങ്ങളിലേക്ക് ഇന്ന് പോകുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കാരണം അത് ഇനിയുള്ള ഈ ഒരു കേന്ദ്ര വിദഗ്ധ സംഘം എത്തിയ അവരുടെ റിപ്പോർട്ടുകളടക്കം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ ധനമന്ത്രാലയത്തിനും ആ റിപ്പോർട്ട് സമർപ്പിക്കണം. അതിനുശേഷമാണ് ഈ ഒരു കാര്യത്തിലൊരു വ്യക്തമായ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതാണ് ഒരു പ്രോസസ്സ്. നേരത്തെ തന്നെ ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് സാധാരണഗതിയിൽ നടക്കില്ല. ഈ ഒരു റിപ്പോർട്ട് ഉടനടി തന്നെ നൽകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഓരോ ഘട്ടത്തിലും കൃത്യമായ വിവരങ്ങൾ കേന്ദ്രത്തെ കേരളം അറിയിച്ചിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടടക്കം ഇവിടുത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ പഠനങ്ങൾ നടത്തി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി, ദുരന്തത്തിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രത്തോളം വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട്, ഒപ്പം തന്നെ എത്ര പേർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട്, ഇപ്പോഴും എത്ര പേർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു വിവരങ്ങൾ കൃത്യമായി തന്നെ കേന്ദ്ര സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സംഘവും ഇത് നേരിട്ടെത്തി വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ദുരന്തബാധിത മേഖലയിലെത്തി അവിടെയൊക്കെ സന്ദർശിച്ചതിനു ശേഷമാണ് ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകും. ആ ആഭ്യന്തര മന്ത്രാലയം ഇത് ധനമന്ത്രാലയത്തിനും നൽകുകയും ചെയ്യും. ഇവർ കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷമാണ് ഇത് ഏത് കാറ്റഗറിയിൽപ്പെടുത്തണം, ഒപ്പം തന്നെ കേരളം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കുന്ന റിവ്യൂ മീറ്റിംഗിൽ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുമെന്നുള്ള കാര്യത്തിൽ അല്ലെങ്കിൽ കാര്യമാണ് നമുക്കിനി അറിയേണ്ടതായിട്ടുള്ളത്. അത് പ്രതീക്ഷ വെച്ച് തന്നെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്, വയനാട്ടിലെ ജനത മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് മുന്നോട്ട് പോകുന്നത്. കേന്ദ്രത്തിന്റെ സഹായം പല ഘട്ടങ്ങളിലും നമുക്ക് ലഭ്യമാകാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഒപ്പം തന്നെ ഈ ദുരന്തം നേരിടുന്നതിന് പലകുറി ഓരോ സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന തുകയുണ്ട്. അതിൽ നമുക്ക് മാത്രം ലഭിക്കുന്നത് 221 കോടി രൂപ മാത്രമാണ് കഴിഞ്ഞ തവണ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായി നമുക്കറിയാം നമ്മുടെ ചെറിയ സംസ്ഥാനമാണ് എങ്കിൽ പോലും തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നൽകുന്നതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ തുകയാണ് നൽകുന്നത് എന്നുള്ള ആക്ഷേപം നേരത്തെ തന്നെ കേരള സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. ഇതൊക്കെ കൃത്യമായി കേന്ദ്രത്തെയും ഒപ്പം തന്നെ ധനകാര്യ മന്ത്രാലയത്തെയും ഒക്കെ തന്നെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് തന്നെയാണ്. അതൊക്കെ വരും നാളുകളിൽ അതിലൊരു മാറ്റമുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അതൊക്കെ പ്രധാനമന്ത്രിയെ ഇന്ന് കാണുമ്പോൾ അറിയിക്കുമെന്ന് തന്നെയാണ് കേരള സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയെ നേരിട്ട് ബോധിപ്പിക്കുകയും ചെയ്തു. സ്വാഭാവികമായും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. അദ്ദേഹം നേരത്തെ ഈ ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ച ശേഷം ഇക്കാര്യത്തെക്കുറിച്ച് പഠനം നടത്തേണ്ടതായിട്ടുണ്ട്. അത് വിദഗ്ധ സമിതി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഈ ഒരു കാര്യത്തിലേക്ക് ഏതൊക്കെ പാക്കേജ് നൽകണം, എത്രത്തോളം രൂപ നൽകണം എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തൂ എന്ന് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പിന്നീട് അദ്ദേഹം മന്ത്രിമാരുമായി മന്ത്രിതല ഉപസമിതിയുമായി അദ്ദേഹം കൂടിയാലോചന നടത്തിയപ്പോൾ ഈ കാര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. ഒപ്പം തന്നെ അദ്ദേഹം മലയാളി കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വയനാട് ജനത അനുഭവിക്കുന്ന ദുരന്തം നേരിട്ടറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ്.
സുരേഷ് ഗോപി. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി പ്രധാനമന്ത്രിയെ ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കുകയും ചെയ്യാം. മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യം, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുവരുന്ന ആ ഒരു തിരച്ചിൽ, കഴിഞ്ഞ ദിവസം ജനകീയ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. അത് ചരിത്രത്തിൽ തന്നെ ആദ്യമായി തന്നെയാണ് ഇത്തരത്തിലുള്ള തെരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. കാരണം കൃത്യമായി ഇവർക്ക് മാത്രമേ, ഈ പ്രദേശവാസികൾക്ക് മാത്രമേ ഇവിടെയുള്ള തെരച്ചിലിനെ കുറിച്ചോ അല്ലെങ്കിൽ എവിടെയായിരുന്നു ഈ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണ് ആ ഒരു ജനകീയ തെരച്ചിലിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ കടക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് പ്രധാനമന്ത്രിയുടെ കടന്നുവരവോടുകൂടി ഈ ജനകീയ തെരച്ചിൽ നിന്നില്ല എങ്കിൽ പോലും തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും ഒപ്പം തന്നെ SOG ടീമിന്റെയും NDRF സംഘങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു ഭാഗികമായ തെരച്ചിൽ ഈ മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ചൂരൽമലയിലും ഒപ്പം തന്നെ അട്ടമലയിലും മുണ്ടക്കൈയിലും ഒപ്പം തന്നെ ചാലിയാറിലും ഈ ഒരു തെരച്ചിൽ നടക്കുന്നുണ്ട്. വ്യാപകമായി തന്നെ പുഞ്ചിരിമറ്റത്തും ഈ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ തെരച്ചിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായും പ്രധാനമന്ത്രി ഈ ഒരു ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് റോഡ് മാർഗം എത്തും. ആദ്യം ഇവിടെ വന്നിറങ്ങിയ വ്യോമ നിരീക്ഷണം നടത്തിയതിനു ശേഷം ഈ SKJM ഗ്രൗണ്ടിൽ പറന്നിറങ്ങിയതിനു ശേഷം അദ്ദേഹം തിരികെ റോഡ് മാർഗം ആദ്യം പോകുന്നത് ഈ ചൂരൽമലയിലേക്ക് ബന്ധിപ്പിക്കുന്ന ആ ഒരു താൽക്കാലിക പാലമായിട്ടുള്ള ബെയിലി പാലത്തിലേക്കാണ്. ആ ബെയിലി പാലത്തിൽ നിന്ന് ആ ദുരന്തമുഖത്തിലെ ആ വ്യാപ്തി, ആ കാര്യങ്ങൾ അദ്ദേഹം ഗ്രൗണ്ടിലിറങ്ങി അദ്ദേഹം ആദ്യം പരിശോധിക്കും. അതിനുശേഷമാണ് പിന്നീട് ഷെഡ്യൂൾ പ്രകാരം ആദ്യം ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തുക. ക്യാമ്പുകളിൽ കഴിയുന്ന ജനവിഭാഗങ്ങളെ അവർ നേരിട്ട ആ ദുരനുഭവം അദ്ദേഹത്തെ നേരിട്ട് തന്നെ അവർ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ അനുഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 75ഓളം പേർ പോലും ചികിത്സയിൽ കഴിയുന്നുണ്ട് ഈ ഒരു നിംസ് ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ എത്തി അവിടുത്തെ ഈ ഒരു ദുരിതം പേറി പരിക്കേറ്റ് കിടക്കുന്ന ആ ഒരു ജനവിഭാഗങ്ങളെ അദ്ദേഹം സന്ദർശിക്കുകയും ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം റോഡ് മാർഗം തിരികെ കൽപ്പറ്റയിലേക്ക് എത്തും. കൽപ്പറ്റയിലെ കളക്ടറേറ്റിലെത്തി റിവ്യൂ മീറ്റിംഗിലും അദ്ദേഹം പങ്കെടുക്കും. ആ രീതിയിലാണ് ഇപ്പോൾ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത്. തുടർന്ന് ഉച്ചയ്ക്ക് 2:20 അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത്. ഭവ്യ. MG മിഥുനാണ് വിശദ വിവരങ്ങൾ നൽകിയത്. ഞാൻ നിങ്ങളിലേക്ക് തിരിച്ചെത്താം. വയനാടിനെ കൈപിടിച്ചുയർത്താൻ കേരളത്തിന് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് ന്യൂസ് 18നോട്. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി കണ്ട് പ്രധാനമന്ത്രി പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അതിജീവനത്തിന്റെ കൈത്താങ്ങായി മാറുന്നതിന് കേന്ദ്രത്തിന് നിർണായക പങ്കുവഹിക്കാൻ ആകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളെ ജനകീയ തിരച്ചിൽ നടക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നമുക്കൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്. ഈ ദുരന്തം നടന്ന ദിവസം മുതൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് മന്ത്രിതല സംഘം ഇക്കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിനമാണെന്ന് നമുക്ക് കരുതാം. കാരണം പ്രധാനമന്ത്രി നേരിട്ട് ഇവിടേക്ക് എത്തുകയാണ്. മിനിസ്റ്റർ, കുറേ ദിവസമായി നമ്മളൊക്കെ ഈ ദുരന്ത ഭൂമിയിലുണ്ട്. ഇന്നൊരു കുറച്ചുകൂടെ ഒരു പ്രത്യാശയുള്ളൊരു ദിവസമല്ലേ? കാരണം അപകടം നടന്നു, ഇനി ആളുകളുടെ പുനരധിവാസം, അവരുടെ ജീവിതമൊക്കെ ലക്ഷ്യം വെക്കുമ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ വരവിനെ എങ്ങനെ? വളരെ സുപ്രധാനമായൊരു ദിനമാണ്. ലോകമാകെ ഉറ്റുനോക്കുന്ന ഒരു ദിനം. കാരണം നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, വീടുകൾ തകർന്നു, കെട്ടിടങ്ങൾ തകർന്നു, സ്കൂളുകൾ തകർന്നു, റോഡുകൾ തകർന്നു, പാലങ്ങൾ തകർന്നു, കൃഷിനാശം സംഭവിച്ചു, ടൂറിസത്തിന്റെ അനന്ത സാധ്യതയുള്ള പ്രദേശത്ത് വലിയ തകർച്ച വന്നു, വരുമാനമാർഗം ഈ പ്രദേശത്താകെ ഇല്ലാതായി, ഒരു പ്രദേശം ആകെ ഒലിച്ചുപോയി. ഇങ്ങനെയൊരു ദുരന്തം നമ്മുടെ രാജ്യത്ത് സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലുതാണ്. എല്ലാ നിലയിലും ഇതൊരു ദേശീയ ദുരന്തം തന്നെയാണ്. അതിതീവ്ര ദുരന്തമായി ഇതിനെ ഇന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ കേന്ദ്ര സംഘം വന്നു, ഞങ്ങളുമായി ചർച്ച ചെയ്തിരുന്നു. അതിതീവ്ര ദുരന്തമായി തന്നെ അവരതിനെ കാണുന്നുണ്ട്. അവരുടെ ചർച്ചകളിൽ ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഈ അതിജീവനത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം വളരെ നിർണായകമാണ്. പ്രധാനമന്ത്രി ഇന്ന് നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് ലോകമാകെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഒരു പ്രഖ്യാപനം, ഒരു സ്പെഷ്യൽ പാക്കേജ് ഉൾപ്പെടെ നടത്തും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. നമ്മളൊരു തുക പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് ഇത്ര രൂപ അങ്ങനെ ഒരു പാക്കേജ് കൊടുത്തിട്ടുണ്ടോ? നമ്മൾ തുകയല്ല ഇതിൽ പ്രധാനം. ഇതിൽ നമുക്ക് അതിജീവനത്തിന്റെ കൈത്താങ്ങായി മാറുന്നതിൽ നിർണായക പങ്കുവഹിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും. ആ നിലയിലുള്ള ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്ന് പ്രത്യാശ പൊതുവെ എല്ലാവരും പ്രകടിപ്പിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്ക് 11,500 കോടി രൂപയുടെ ഒരു സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. അതുപോലെ ഒരു പാക്കേജ് അതിതീവ്ര ദുരന്തമായി കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ അതിന്റെ നിലപാട് സ്വീകരിക്കുമെന്ന് നമ്മൾ പൊതുവെ കരുതുകയാണ്.
നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരുന്നു. അദ്ദേഹം താങ്കളുമായൊക്കെ ആശയവിനിമയം നടത്തി ഈ ദുരന്തബാധിത പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൂടി കാര്യങ്ങൾ ധരിപ്പിച്ചു. അതെ, അദ്ദേഹം വന്നന്ന് രാവിലെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. രാത്രി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ കണ്ടിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ബോധ്യമായിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമന്ത്രിയെ ഇതൊക്കെ ധരിപ്പിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് എല്ലാ കാര്യവും ബോധ്യമായതാണ്. അതിനു മുമ്പ് ശ്രീ ജോർജ് കുര്യനും ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടില്ല, പക്ഷെ അദ്ദേഹവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംഘം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ ഇതിന്റെ ഒരു ഗൌരവം മനസ്സിലാക്കിയിട്ടാണ് നേരിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാ നിലയിലുമുള്ള ഒരു കൈത്താങ്ങായി പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായുള്ള തീരുമാനങ്ങൾ മാറുമെന്ന് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുകയാണ്. തെരച്ചിലിന്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇന്നിപ്പോൾ തെരച്ചിൽ നടക്കുന്നില്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സന്ദർശനങ്ങളുകൊണ്ട് ചില പരിമിതികളുണ്ട്. എന്നാൽ ആ സംവിധാനങ്ങൾ അതേപോലെ തുടർന്നു പോകും. നാളെ ജനകീയ തെരച്ചിലാണ് കൂടുതൽ ശക്തമായി നടത്തുകയാണ്. ക്യാമ്പിൽ ഉള്ളവർ അവിടെ നേരിട്ട് വരാൻ മനക്കരുത്തുള്ള സ്വയം വരണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ വീട്, അവരുടെ നാട് ഒക്കെ നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായി ഇനി അതിജീവനമായി മുന്നോട്ട് പോകുമ്പോൾ തെരച്ചിലിനെ കുറിച്ച് അവർക്ക് അവരുടേതായ നിർദ്ദേശങ്ങളുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. ആ അഭിപ്രായങ്ങൾ കേൾക്കാൻ, ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനാണ് അവർക്ക് കൂടി തെരച്ചിലിൽ ഒരു റോള് നൽകിക്കൊണ്ട് ഇടപെടാൻ തീരുമാനിച്ചത്. അതാണ് ജനകീയ തെരച്ചിൽ. ആ ജനകീയ തെരച്ചിലിൽ ജനപ്രതിനിധികളുണ്ട്, സാമൂഹിക പ്രവർത്തകരുണ്ട്. അവിടെ വരാൻ മനസ്സുകൊണ്ട് സാധ്യമാകുന്ന മനക്കരുത്തുള്ള ആളുകളെ കൂടി കൊണ്ടുപോയിട്ടാണ് തെരച്ചിൽ നടത്താൻ. പക്ഷെ നമുക്ക് പോലും അവിടെ എങ്ങും പോയി നിൽക്കാൻ ഒരു മാനസികമായ ബുദ്ധിമുട്ടാണ് ആദ്യ ദിവസം മുതൽ. ഇത്തരം ആളുകളെ കൊണ്ടുപോകുമ്പോഴുണ്ടാകുന്ന ഒരു വലിയ പ്രയാസമാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ അവിടുത്തെ പല കഥകളും നമ്മൾ കേട്ടു. മനോഹരമായ ഒരു നാട്, ജനങ്ങളുടെ ഐക്യം. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നമുക്ക് കുട്ടികളുടെ കരച്ചിലും പ്രായമായവർ ഒത്തുകൂടുന്ന സ്ഥലം കാണുന്നു, അവിടെ എല്ലാവരും ഒത്തുകൂടുന്ന ചായപ്പീടിയ കാണുന്നു. നമുക്ക് തന്നെ ഒറ്റയ്ക്കാവുമ്പോൾ വല്ലാത്ത മനസ്സിന് അവിടെ നിന്നൊരു പൊട്ടലാണ്. ഞാൻ അവിടെ നിന്നല്ല, പുറത്ത് വന്ന് രാത്രി ഉറങ്ങാൻ നേരത്തൊക്കെ നമുക്കിത് വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യന് മണ്ണ് പ്രധാനമാണ്. മണ്ണിൽ നിന്നും വിട്ടുപോയി തിരിച്ചവിടെ വരുമ്പോൾ ആ മണ്ണും ആ പ്രദേശവും മാറുന്നു എന്നവർ കാണുമ്പോൾ അവരിൽ പലർക്കും ക്യാമ്പിൽ വെച്ച് പറഞ്ഞതുപോലെ ഒരു മനക്കരുത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൂടി നോക്കിയിട്ടായിരിക്കും ആളുകളെ ഇവിടെ കൊണ്ടുവരിക. എന്തായാലും ജനകീയ തെരച്ചിൽ സമൂഹം ആവശ്യപ്പെട്ടതാണ്. അതിൻ്റെ കൂടെ സർക്കാർ നിൽക്കുകയാണ്. കാര്യങ്ങൾ മിനിസ്റ്റർ, ഈ വലിയ സംസ്ഥാനങ്ങൾക്ക് ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൂടുതലുണ്ട്. ഇപ്പം മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങൾക്ക് 2000 കോടിയിലധികം കിട്ടുമ്പോൾ 241 കോടിയും മറ്റാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്നത്. കേരളം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ പ്രകൃതി ദുരന്തങ്ങൾ നിരന്തരം നേരിട്ടുണ്ട്. ഇത്തരം ഈ വിഹിതത്തിലേക്ക് ഒരു വർധന എന്ന ആവശ്യം. തീർച്ചയായിട്ടും വിഹിതത്തിൽ വർധനമുണ്ടാവണം. കഴിഞ്ഞ വർഷവും നമുക്ക് 200 ചില്ലാൻ കോടിയാണ് കിട്ടിയത്. അതിന് മുമ്പത്തെ വർഷവും അങ്ങനെയാണ്, അതിന് മുമ്പത്തെ വർഷവും അങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, 3 സംസ്ഥാനങ്ങൾക്ക് 11,500 കോടിയാണ് കൊടുത്തത്. അത് ഏറെക്കുറെ നോക്കിയാൽ തന്നെ ഒരു സംസ്ഥാനത്തിന് ശരാശരി എത്രയും നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു നമ്പർ നമുക്ക് സ്പെഷ്യൽ പാക്കേജിൻ്റെ ഭാഗമായി ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. സ്ഥിരമായ ഒരു വർധനവും കൂടെ ആവശ്യം. അതെ, അത് ലഭിക്കും. കാരണം കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, ഇവിടുത്തെ ഒരു ചില പ്രത്യേകതകൾ, നമ്മൾ നേരിടുന്ന ചില അപകടകരമായ സ്ഥിതികൾ, ഇതൊക്കെ കണക്കാക്കി അത്തരം ഒരു നിലപാട് വരുമെന്നാണ് പ്രതീക്ഷ. തീർച്ചയായും കേരളത്തിന് ഇത്തരത്തിൽ ദുരന്ത നിവാരണത്തിന് അല്ലെങ്കിൽ ദുരിതങ്ങൾ നേരിടാൻ ഉള്ളൊരു കൈത്താങ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇന്ന് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാന ദിനം തന്നെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ വലിയ പ്രതീക്ഷയിലാണ് വയനാട് ദുരന്തബാധിത മേഖലയിലെ ജനങ്ങൾ. ഭക്ഷണവും വെള്ളത്തിനേക്കാളൊക്കെ കൂടുതൽ അവർക്കിപ്പോൾ വേണ്ടത് ജീവിക്കാനൊരു സ്വസ്ഥമായിട്ട് നിൽക്കാനൊരു വീടാണ്. അപ്പോൾ നമ്മളൊക്കെ അത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ഞങ്ങളൊക്കെ. അതാണ് പ്രധാനമന്ത്രി വന്ന ഗുണമുണ്ടാവും. സമഗ്ര പാക്കേജ് എന്നുള്ള രീതിയിൽ തന്നെ അല്ലേ? അതെ 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 അതെ, എല്ലാവർക്കും ഗുണമുള്ള രീതിയിൽ അങ്ങനെ വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. അങ്ങനെ നടക്കട്ടെ. വയനാടിനെ സംബന്ധിച്ചും കേരളത്തിനെ സംബന്ധിച്ചും ഇത്ര വലിയൊരു ദുരന്തം ഇതുവരെ ഉണ്ടായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ വരവിനെ സ്വാഗതം ചെയ്യുകയാണ്. പ്രധാനമന്ത്രി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പുനരധിവസിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പാക്കേജ് പ്രഖ്യാപിക്കുന്നതാണ് വയനാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള പ്രഖ്യാപനത്തെ കാത്തു നിൽക്കുകയാണ് വയനാട്ടുകാർ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വന്യമൃഗശല്യമായിരുന്നു. നിരവധി ആളുകളാണ് വയനാട്ടിൽ മരണപ്പെട്ടത്. അതിനുശേഷം 2019 പുത്തുമല ദുരന്തം ഉണ്ടായി. അതിൽ നിരവധി ആളുകൾ കാണാനുണ്ട്. ഇനിയും അവർക്ക് വേണ്ട രീതിയിലുള്ള കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ വലിയ അപകടമാണ് മുണ്ടക്കൈയിലും ചൂരൽമലയും ഉണ്ടായിട്ടുള്ളത്. 400-ലധികം ബോഡികൾ ഇപ്പോൾ കിട്ടി. ഇനി 100-ലധികം ആളുകളെ ഇനിയും കണ്ടെത്താനായിട്ടുണ്ട്. വളരെ വേഗം ഈ വാർത്തയിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം.
വയനാടിന്റെ വേദനയിൽ പങ്കുചേർന്ന് ചെന്നൈയിലെ ചലച്ചിത്ര കൂട്ടായ്മയും ദുരന്തബാധിതരുടെ പുനരധിവാസം ഉറപ്പാക്കുന്നതിനായി ചെന്നൈയിലെ ചലച്ചിത്ര പ്രവർത്തകർ സ്വരൂപിച്ച 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. രാജ്കുമാർ സേതുപതി, സുഹാസിനി മണിരത്നം, ഖുഷ്ബു സുന്ദർ, ബീന സാഗർ, ലിസി തുടങ്ങിയവർ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ ഓഫീസിലെത്തി സന്ദർശിച്ചാണ് തുക കൈമാറിയത്. കുറച്ചൊക്കെ കേരളത്തിന് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് ചെന്നൈയിലാണ് ഞങ്ങളെല്ലാം, പക്ഷെ ഞങ്ങളുടെ മനസ്സൊക്കെ എപ്പോഴും ഷോർട്ട് പീരിയഡിൽ ഇത്രയും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ പ്രതീക്ഷയോടെ കാണുന്നതായി കൽപ്പറ്റ മുൻ എംഎൽഎയും CPM നേതാവുമായ CK ശശീന്ദ്രൻ. വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ സമാനതകളില്ലാത്ത രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് വയനാട്ടിലെത്തുകയാണ്. ഈ ദുരന്തം അതിജീവിക്കാൻ വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരള ഗവൺമെൻറ് 2000 കോടി രൂപയുടെ ധനസഹായം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ചോദിച്ചിട്ടുണ്ട്. ദേശീയ ദുരന്തമായി ഇത് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അനുകൂലമായൊരു നിലപാട് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടെ ഉണ്ടാകുമെന്നാണ് വയനാട്ടിലെ ജനങ്ങൾ ആകെ പ്രതീക്ഷിക്കുന്നത്, കേരളമാകെ പ്രതീക്ഷിക്കുന്നത്. അതിനനുകൂലമായൊരു നിലപാട് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം. കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, തീർത്തും ആശ്വാസകരമായ ഒരു വിവരമാണ് ശിരൂരിൽ നിന്ന് വരുന്നത്. വീണ്ടും അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കും. അർജുന മാത്രമല്ല, മറ്റു 2 പേരും അവിടെയുണ്ട്, 3 പേരുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചേക്കുമെന്നുള്ളത് തീർത്തും നമ്മളെ സംബന്ധിച്ച് ആശ്വാസമുള്ള വാർത്തയാണ്. അർജുനെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ വീണ്ടും നമ്മളിൽ മുളപൊട്ടുകയാണ് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന വിവരം പുറത്തു വരുന്നതിലൂടെ, അല്ലേ? തീർച്ചയായും ഭവ്യ, തിങ്കളാഴ്ചയോട് കൂടി ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ആലോചന. എന്തായാലും പുഴയുടെ നീരൊഴുക്ക് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 4 നോട്ട്സ് ആണ് ഇപ്പോൾ വേഗതയുള്ളത്. ഇന്നും നാളെയും ഇതേ രീതിയിലുള്ള കാലാവസ്ഥ തുടർന്നാൽ തിങ്കളാഴ്ചയോട് കൂടി 2 നോട്ട്സിലേക്ക് അത് കുറയും. അതുകൊണ്ട് തിരച്ചിൽ എളുപ്പമാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈശ്വർ മൽപ്പയാണ് തിരച്ചിൽ നടത്തുക. ഒപ്പം കാർവാറിൽ നിന്നുള്ള നേവിയുടെ സംഘവും ഉണ്ടാകും. ഇത് സംബന്ധിച്ച് കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥരുമായി കാർവാറിലെ നാവികസേന ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, തിരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇത് സംബന്ധിച്ച് AKM അഷ്റഫ് MLA കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരുന്നു, തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കാനാവും. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴും. അർജുൻ ലോറി പ്രധാനമായും കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനം. കാരണം അതിന്റെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ സംഘം ഉള്ളത്. അതുകൊണ്ട് ലോറി പ്രധാനമായും പുറത്തേക്ക് എടുക്കുക. അതോടൊപ്പം ഈ പുഴയുടെ സമീപ പ്രദേശത്തായി വലിയ തോതിൽ മൺകൂനയുണ്ട്, അത് പരിശോധിക്കുക. ഇത് 2 കാര്യമാണ് പ്രധാനമായും ഉള്ളത്. എന്തായാലും ഈശ്വർ മൽപ്പ ഉണ്ടാകും, ഒപ്പം കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങൾ ഉണ്ടാവും. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ആയിരിക്കും ഒരു പക്ഷേ തിങ്കളാഴ്ചയോട് കൂടി ശിരൂരിലെത്തുക. AKM അഷ്റഫ് തിങ്കളാഴ്ചയോടുകൂടി ശിരൂരിലെത്തും. എന്തായാലും ജിതിൻ ഉൾപ്പെടെയുള്ള അർജുന്റെ ബന്ധുക്കൾ നാളെ രാവിലെ പുറപ്പെടും, നാളെ വൈകിട്ടോടുകൂടി ഈ ശിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ ആകുമോ എന്ന കഴിഞ്ഞ കുറേ ദിവസമായി ചോദിക്കുന്നത്. അതായത് 16-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോട് അടുക്കുന്നു. അപ്പോഴും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് 2 പേർ കൂടി കന്നഡിഗരായ 2 പേർ കൂടി ഉണ്ട്. ലോകനാഥും അതുപോലെ തന്നെ ജഗന്നാഥും. ഇവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്താൻ തന്നെയാണ് കർണാടക വീണ്ടും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം തിങ്കളാഴ്ച ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഒരു കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിക്കണമെന്ന് കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
പെട്ടെന്ന് തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ തിരച്ചിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ശിരൂരിൽ നടക്കുന്നത്. ജില്ലാ കലക്ടർ അനുകൂലമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ശിരൂരിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഈ പുഴയുടെ നീരൊഴുക്ക് കൂടി കുറഞ്ഞ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി ലോറിക്കകത്താണോ, അതായത് ചളിയിൽ പൂണ്ടുകിടക്കുന്ന തല കീഴായി മറിഞ്ഞു കിടക്കുന്ന ഈ ലോറിക്കകത്താണോ അർജുൻ ഉള്ളത്, അതല്ല ഇതിന് സമീപത്ത് വലിയ തോതിൽ മൺകൂന ഉണ്ട്, അവിടെയാണോ ഉള്ളത്, ഇത് സംബന്ധിച്ച് കൃത്യമായ തെരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ബന്ധുക്കൾക്കും ഒപ്പം ഒരുപാട് പേർ കഴിഞ്ഞ കുറേ നാളായി, ഒരു മാസത്തോളമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടുകൂടി കിട്ടുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് കുടുംബങ്ങളും പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മൃതദേഹം ഒഴുകി പോകുന്ന നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അർജുൻ ആയിരിക്കുമോ എന്ന ചോദ്യം നമ്മൾ വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അപ്പോഴും അതായിരുന്നില്ല, അതൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്, അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. നിലവിൽ അവിടുത്തെ ഒരു കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തോന്നുന്നു അല്ലേ ഈ തിരച്ചിലിനായിട്ട്? കാരണം പുഴയുടെ നീരൊഴുക്കൊക്കെ കുറയുന്നൊരു സാഹചര്യമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബൈജു, ഏറ്റവും പ്രധാനമായി അറിയേണ്ടത് എന്നത്തേക്ക് ഈ തിരച്ചിൽ ഉണ്ടാകുമെന്നൊരു സൂചന എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ബൈജുവിന്? തീർച്ചയായും ഗംഗാവലിയുടെ പുഴയുടെ ഒരു പ്രത്യേകത, ഈ കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്നത് ഗംഗാവലിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഏതായാലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മേഖലകളിൽ മഴ വളരെ കുറവാണ്. ഇന്ന് പൂർണ്ണമായും മഴ മാറിയ ഒരു സാഹചര്യം തന്നെയാണ്. ഇതേ കാലാവസ്ഥ ഇനി നാളെയും മറ്റന്നാളും കൂടി ലഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാവും തിരച്ചിൽ. അത് തന്നെയാണ് ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോട് കൂടി തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ശിരൂരിൽ നടക്കുന്നത്. ഏതായാലും നാവികസേന തിരച്ചിൽ മുങ്ങൽ വിദഗ്ധർ ഇത്തരത്തിൽ തിരച്ചിലിന് സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ഈശ്വർ മൽപ്പയും സംഘവുമായിരിക്കും തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈശ്വർ മൽപ്പ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. പക്ഷേ ഈ പുഴയുടെ നീരൊഴുക്ക് വർദ്ധിച്ചത് കാരണം അദ്ദേഹത്തിന് അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടത്. ഇനി ആ രീതിയിലല്ല കാര്യങ്ങൾ. പുഴയുടെ നീരൊഴുക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം അർജുൻ ഈ ക്യാബിനകത്തുണ്ട് എന്നാണ് രക്ഷാ ദൗത്യ സംഘങ്ങൾ ഇപ്പോഴും വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കേരളം സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ കാലാവസ്ഥ അനുകൂലമാണെന്ന് ബൈജുവും പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി അർജുൻ ആ ക്യാബിനകത്ത്, ലോറിയുടെ ക്യാബിനകത്ത് തന്നെ ഉണ്ട് എന്ന് രക്ഷാ ദൗത്യം ഏകോപിപ്പിക്കുന്ന ആളുകൾ തന്നെ, അധികൃതർ തന്നെ കൃത്യമായി ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം. അതോടൊപ്പം തന്നെ ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വർ മാൽപ്പയെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഏകദേശം അനുകൂലമായി വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഈശ്വർ മാൽപ്പയുമായി ഇതിനുശേഷം ബൈജുവിന് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ നീരൊഴുക്ക് കുറഞ്ഞ പശ്ചാത്തലത്തിൽ അർജുനിലേക്ക് എത്താനാകുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും ഭവ്യ, ഞാൻ ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇനി തിങ്കളാഴ്ച തിരച്ചിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ വൈകിട്ടോടുകൂടി ശിരൂരിൽ എത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് 3 മണിക്കൂർ ദൂരം യാത്ര മാത്രമേ ഉള്ളൂ ഈ ശിരൂരിലേക്ക്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല വലിയ തോതിൽ ഇത്തരത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്താൻ നേരത്തെ തന്നെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയ ഒരാൾ കൂടിയാണ് അദ്ദേഹം. പുഴയുടെയും കടലിന്റെയും ഒക്കെ കൃത്യമായ സ്വഭാവം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നേവിയും അദ്ദേഹത്തിന്റെ സഹായം തേടിയത്, ജില്ലാ ഭരണകൂടവും അദ്ദേഹത്തിന്റെ സഹായം തേടിയത്. ഈശ്വർ മൽപ്പ നാളെ വൈകിട്ടോടുകൂടി ശിരൂരിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലോറി ഉടമയായ മനാഫ് ഇപ്പോൾ ശിരൂരിലുണ്ട്. ജിതിൻ നാളെ വൈകിട്ടോടുകൂടി എത്തും. ജിതിൻ മാത്രമല്ല അർജുന്റെ സഹോദരൻ ജിതിനും അർജുനും സഹോദരൻ രഞ്ജിത്തും സ്ഥലത്തെത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഏതായാലും അവർക്ക് വലിയ പ്രതീക്ഷ തിങ്കളാഴ്ച തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഒരു ഇടപെടൽ കൂടി ഇതിന് ആവശ്യമാണ്. മന്ത്രി മുഹമ്മദ് റിയാസുമായി ഇന്ന് ആശയവിനിമയം നടത്തുമെന്നാണ് AK മഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ
അവർ അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ തെരച്ചിൽ ആരംഭിക്കുന്നതിൽ ഭവ്യ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോറി പുറത്തേക്ക് എടുക്കാനായിരിക്കും ആദ്യം പരിഗണന. അതിന് ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നോക്കണം. ഏതായാലും വലിയ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന രീതിയിൽ തല കീഴായി മറിഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളതെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ ഇപ്പോൾ നീരൊഴുക്ക് കൂടി കുറഞ്ഞ സാഹചര്യത്തിൽ ഇതിൽ സ്റ്റീൽ ഹുക്കിട്ട് ഈ ലോറി മുകളിലേക്ക് ഉയർത്താനായിരിക്കും ആദ്യം ശ്രമിക്കുക. അതിനുശേഷം ഈ ലോറിയിൽ കൃത്യമായ പരിശോധന നടത്തും. അതല്ലെങ്കിൽ അതിന് തൊട്ട് സമീപത്തായി വലിയ തോതിൽ മൺകൂന, ഈ മരങ്ങളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന കടയുടെ സമീപം ഉണ്ടായിരുന്ന 2 വലിയ ആൽമരങ്ങളൊക്കെ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അതായത് മാർക്ക് 4 ആണ് ഇതിൽ ഏറ്റവും പ്രധാനം ലോറിയുള്ള ഒരു ഇടം. ആ മാർക്ക് 4ലായിരിക്കും കൃത്യമായ ആദ്യം തന്നെ പരിശോധന നടത്തുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം, അതിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. മഴ ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ വളരെ കുറവാണ്. ഇന്നും നാളെയും ഇതേ അവസ്ഥ തുടർന്നാൽ ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി ഒരു 2 നോട്ട്സ് വേഗത അടിയൊഴുക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കും വളരെ എളുപ്പത്തിൽ ഈ തെരച്ചിലിനെ ബീശ്വർ മൽപ്പയ്ക്കൊപ്പം ഇറങ്ങാൻ സാധിക്കും. അത് തന്നെയാണ് ഏതായാലും ജില്ലാ ഭരണകൂടം, ജില്ലാ കലക്ടറും അവിടുത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം കൂടി നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ ഏതായാലും കർണാടക ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉത്തരവിറങ്ങും. നേവിയുമായി ചീഫ് സെക്രട്ടറി സംസാരിച്ചിരുന്നു. അവർ ഏത് സമയത്തും തയ്യാറാണെന്നാണ് നേവി അറിയിച്ചിട്ടുള്ളത്. ഈശ്വർ മൽപ്പയും നാളെ വൈകുന്നേരത്തോടുകൂടി ഈ ശിരൂരിലെത്തുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. കാലാവസ്ഥയായാലും അതുപോലെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും. അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ഭവ്യ, തീർച്ചയായും കേരളത്തിന്റെ പ്രതീക്ഷ പോലെ തന്നെ വീണ്ടും ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. KV ബൈജുവാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം പൗടിക്കോണത്ത് വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു. കുറ്റ്യാണി സ്വദേശി ജോയിയാണ് മരിച്ചത്. കാറിലെത്തിയ 3 അംഗ സംഘം ഇന്നലെ രാത്രി പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ വെച്ചായിരുന്നു ജോയിയെ ആക്രമിച്ചത്. വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. വിനോദ്, ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഇന്നലെയായിരുന്നു ഈ ഒരു ആക്രമണം നടന്നത്. ഈ വെട്ടേറ്റ കൊലക്കേസ് പ്രതി മരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഭവ്യ, കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെയാണ് പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിൽ ജോയിക്ക് വെട്ടേറ്റത്. നിരവധി കേസുകളിൽ പ്രതിയാണ്. ഏറ്റവും ഒടുവിൽ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് കാപ്പ പ്രതിയാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോവുകയും ചെയ്തിരുന്നു. തുടർന്ന് ജയിൽ മോചിതനായി 2 ദിവസം കഴിയുമ്പോഴാണ് ജോയിക്ക് നേരെയുള്ള ആക്രമണം നടന്നത്. ഇന്നലെ ഓട്ടോറിക്ഷയിൽ ജോയി സൊസൈറ്റി ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു. പിന്തുടർന്നെത്തിയ കാറിൽ ഉണ്ടായിരുന്ന 3 അംഗ സംഘമാണ് വെട്ടിവീഴ്ത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ ജോയിയെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത്. പൂർവ്വവൈരാഗ്യമാണ് ഇത്തരമൊരു ആക്രമണത്തിന് പിന്നിലെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. 2 കാലിനും ഗുരുതരമായി ജോയിക്ക് പരിക്കേറ്റിരുന്നു. തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ ജോയി ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ട ആളുകൾ അതിന്റെ പ്രതികാരം തീർക്കുകയായിരുന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്നത്. 3 പേരാണ് ഉണ്ടായിരുന്നത്. പ്രതികൾ ആരെയും ഇതുവരെ പിടികൂടാനായിട്ടില്ല. ഭവ്യ, ഈ പ്രതികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ വിനോദ്? പൂർവ്വവൈരാഗ്യമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന വിവരമാണ് പോലീസ് നൽകുന്നത്. നിരവധി കേസുകളിൽ പ്രതിയാണ് കുറ്റ്യാണി സ്വദേശിയായ ജോയി. 2 ദിവസം മുൻപാണ് ഈ കാപ്പ തടവിന് ശേഷം ജയിൽ മോചിതനായത്. അതുകൊണ്ട് തന്നെ ജോയിയുടെ പിന്നാലെ ഈ പ്രതികൾ ഉണ്ടായിരുന്നു എന്ന വിവരം തന്നെയാണ് പോലീസ് നൽകുന്നത്. പൂർവ്വവൈരാഗ്യമാണ് ഈ അക്രമത്തിലേക്ക് കലാശിച്ചതെന്ന വിവരം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി പൗടിക്കോണം സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു അക്രമം നടന്നത്. ജോയി ഓട്ടോറിക്ഷയിൽ എത്തുകയായിരുന്നു. തുടർന്ന് പിന്നാലെയാണ് ഈ കാറിൽ 3 അംഗ സംഘം എത്തിയത്. ഈ ജംഗ്ഷനിൽ വെച്ച് ജോയിയെ തടഞ്ഞു നിർത്തുകയും അവിടെ ആക്രമിക്കുകയുമായിരുന്നു. നാട്ടുകാർ ഓടിക്കൂടി. 2 കാലിനുമാണ് ഗുരുതരമായ പരിക്കേറ്റത്. കാലുകൾ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിച്ചു. എങ്കിലും ഇന്ന് പുലർച്ചെ ജോയിയുടെ മരണം സംഭവിച്ചു. PV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൊച്ചി നെട്ടൂരിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ച +1 വിദ്യാർത്ഥിനി ഫിദയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തുടർന്ന് ജന്മദേശമായ നിലമ്പൂരിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാവിലെ 6:30യോടെ ഭക്ഷണാവശിഷ്ടങ്ങൾ കളയാൻ കായലിൽ സമീപമെത്തിയപ്പോൾ കാൽ വഴുതി ഒഴുക്കിൽപ്പെടുകയായിരുന്നു. മത്സ്യത്തൊഴിലാളികൾ നടത്തിയ തെരച്ചിലിൽ വയലിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. മലപ്പുറം മൈലാടിപ്പാലം സ്വദേശി മുതിരപ്പറമ്പിൽ ഫിറോസിന്റെയും ഫാത്തിമ മുംതാസിന്റെയും മൂത്ത മകളാണ് ഫിദ. 1.5 മാസം മുൻപാണ് കുടുംബം നെട്ടൂരിൽ വാടകയ്ക്ക് താമസമാക്കിയത്. ഇടവേള.
ഡൽഹി മദ്യനയക്കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ച ആം ആദ്മി പാർട്ടി നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ മന്ത്രിസഭയിൽ തിരിച്ചെത്തിയേക്കും. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളുമായി ചർച്ച നടത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിസോദിയ മടങ്ങിയെത്തുകയാണെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കേണ്ടിവരും. രാജ്കുമാർ ആനന്ദ് രാജിവെച്ച ഒഴിവും നിലവിൽ മന്ത്രിസഭയിലുണ്ട്. 17 മാസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്നലെയാണ് ED, CBI കേസുകളിൽ സുപ്രീം കോടതി സിസോദിയയ്ക്ക് ജാമ്യം അനുവദിച്ചത്. പഠനത്തിന്റെ ഇടവേളകളിൽ KSRTCയെ സഹായിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയുണ്ട് കൊട്ടാരക്കരയിൽ. ബസ്സുകൾ കഴുകിയും സ്റ്റിക്കറുകൾ പതിപ്പിച്ചും ജീവനക്കാർക്ക് സഹായമായി മാറിയിരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനി. KSRTC ബസ്സിൽ കുടുംബത്തോടൊപ്പമുള്ള ഒരു പഴനി യാത്രയാണ് അക്ഷരയെ KSRTCയിലേക്ക് ആകർഷിച്ചത്. അന്നത്തെ യാത്രയിൽ യാത്രക്കാർക്ക് ജീവനക്കാരിൽ നിന്ന് ലഭിച്ച സ്നേഹവും കരുതലുമാണ് KSRTCയോട് പ്രിയം കൂടാൻ കാരണമെന്ന് അക്ഷര പറയുന്നു. കൊട്ടാരക്കര KSRTC എന്ന നവമാധ്യമ കൂട്ടായ്മയിലെ അംഗങ്ങൾ കൂടാതെ സംസ്ഥാന വ്യാപകമായ KSRTC വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നും അക്ഷരയ്ക്ക് പിന്തുണ ലഭിക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ KSRTC ഞങ്ങൾ ഇത്ര ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ KSRTCയിൽ ഓരോരോ പ്രവർത്തനങ്ങളാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ തന്നെ 2018 പ്രളയവും കോവിഡും എല്ലാം അതിന് KSRTCയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. അതിൽ തന്നെ കോവിഡ് കാലഘട്ട സമയത്ത് KSRTCയിലെ സ്വന്തം ജീവൻ പോലും നോക്കാതെ എയർപോർട്ടിൽ പെട്ടവരെ KSRTC സുരക്ഷിതമായി KSRTC ജീവനക്കാർ അവരുടെ ജീവൻ പോലും നോക്കാതെ സുരക്ഷിതമായി എത്തിക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങളും മറ്റു ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ KSRTCയാണ് ഏറ്റവും മുന്നിൽ നിന്നത്. ജനങ്ങൾക്ക് ആ ഒരു കാലഘട്ട സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരമായത് KSRTC ആയിരുന്നു. അതുപോലെ ഒറ്റപ്പെട്ട റൂട്ടിലും മറ്റു സ്വകാര്യ വാഹനങ്ങൾ പോലും സർവീസുകൾ ഇല്ലാത്ത ഒറ്റപ്പെട്ട റൂട്ടിലേക്ക് ഞങ്ങളുടെ ആവശ്യപ്രകാരം ഇപ്പം എൻ്റെ റൂട്ടായ തന്നെ കുറുമ്പാലൂർ എന്ന് പറയുന്ന റൂട്ടിലേക്ക് ഞങ്ങൾക്ക് ഒരേ ഒരു ആശ്രയമാണ് ഞങ്ങളുടെ KSRTC. ആ ഒരു സർവീസ് മാത്രമുള്ള ആ റൂട്ടിലേക്ക്. അതുപോലെ തന്നെ ജീവനക്കാരാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും ഇവിടുത്തെ KSRTC കൊട്ടാരക്കരയിലെ ജീവനക്കാർ എന്ത് പറഞ്ഞാൽ തന്നെ നല്ല സപ്പോർട്ടാണ്. ഏതൊരു ചെറിയ കാര്യമാണെങ്കിൽ തന്നെ അവരത് ആ ഒരു രീതിക്ക് ഉൾക്കൊണ്ട് നമ്മളുടെ ഒപ്പം കൂടെ നിൽക്കുകയും ചെയ്യും. KSRTC ബസ്സുകളോടുള്ള അക്ഷരയുടെ പ്രിയം വീട്ടുകാരും തിരിച്ചറിഞ്ഞതോടെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു. തന്റെ നാട്ടിലേക്കുള്ള ആനക്കോട്ടൂർ കൊട്ടാരക്കര ഓർഡിനറി ബസ്സാണ് അക്ഷരയും കൂട്ടുകാരും ചേർന്ന് കഴുകി വൃത്തിയാക്കുന്നത്. എല്ലാ ദിവസവും ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ മാലയിടുകയും ഗ്ലാസ് തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് അക്ഷരയും കൂട്ടുകാരുമാണെന്ന് ബസ് ഡ്രൈവർ പറയുന്നു. ഇടയ്ക്ക് വന്ന് ഈ വണ്ടിയെല്ലാം നല്ല ഇടയ്ക്ക് വൃത്തിയാക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ റിബണും ബലൂണും ഒക്കെ മറ്റേ ആ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ മോശമാകുമ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഒന്ന് മാറി അത് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മിക്ക സ്ഥലങ്ങളിലും ഇത് പോകുമ്പോൾ ഇവരുടെ ആരെങ്കിലും ഒക്കെ ഇവിടെ വന്ന് എൻ്റെ ഉൾപ്പെടെ വീഡിയോ എടുക്കുകയും അത് വാച്ച് ചെയ്യും. അത് ക്ലീനാണെന്ന് ബസ് ഇടയ്ക്ക് ക്ലീനാണെന്നൊക്കെ വന്ന് നോക്കിയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ മിക്ക സമയങ്ങളിൽ ഈ മോള് ഈ ബസ്സിലാണ്, ഈ ബസ്സിന്റെ കൂടെയാണ് ഇതിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ. പുത്തൂർ ആനക്കൂട്ടൂർ റൂട്ടിലോടുന്ന ഈ ഓർഡിനറി ബസ്സിലെ സ്ഥിരം യാത്രക്കാരെയും ജീവനക്കാരെയും ഉൾക്കൊള്ളിച്ചുള്ള നവമാധ്യമ കൂട്ടായ്മയും സജീവമാണ്. +2 പഠനത്തിനിടയിലും KSRTCയിൽ തന്നെ സേവനം ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് അക്ഷരയ്ക്കും കൂട്ടുകാർക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. സംസാരിക്കാൻ സാധിച്ചോ?